കോവയ്ക്ക പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കോവയ്ക്ക നെടുകെ കീറി എടുക്കാം. ഒരു 3-4 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അരമുറി തേങ്ങ തിരികെ എടുക്കാം. ഒരു 3/4 കപ്പോളം തൈരാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നെ കടുക് വറുക്കാനായിട്ട് കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, വെളിച്ചെണ്ണയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കോവയ്ക്ക നെടുകെ കീറിയതിന് ശേഷം തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 3-4 ചെറിയ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് മഷിയായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ ഇത് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 3/4 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ആ തൈരിൻ്റെ കട്ടയൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് അതും എടുത്ത് മാറ്റി വയ്ക്കാം. കോവയ്ക്കയും പച്ചമുളകും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കുന്നത്. കോവയ്ക്ക വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് 3-4 പച്ചമുളക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് ഇത് വെന്തതിന് ശേഷം തേങ്ങയുടെ അരപ്പ് ചേർക്കണം. കോവയ്ക്ക മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. കോവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയുടെ അരപ്പും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം. ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. കോവയ്ക്ക വെന്തതാണ്. ഈ തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് തൈര് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം. ആ തരിയൊന്നും ഒട്ടും ഇല്ലാണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. തൈരൊന്ന് ചൂടാകുമ്പോൾ തന്നെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് താളിച്ച് എണ്ണയോടുകൂടി തന്നെ ഒഴിക്കാം. തൈര് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2-3 ചെറിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പിലയിട്ട് ഒന്ന് വറുത്തതിന് ശേഷം എണ്ണയോടുകൂടി തന്നെ ആ കറിയിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്.